Hi friends, welcome to Garam Masala, the magic spices of cooking. മുട്ടമാലയും മുട്ടസുർക്കയും. ഇന്ന് നമുക്ക് മുട്ടമാലയും മുട്ടസുർക്കയും ഉണ്ടാക്കാം. ഇത് ഒരു മലബാർ സൂപ്പർ ഡെലീഷ്യസ് ഡിഷാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. മുട്ട 10 എണ്ണം, പഞ്ചസാര 1 കപ്പ്, വെള്ളം 1.5 കപ്പ്, ഏലക്ക 3 മുതൽ 5 എണ്ണം വരെ. ആദ്യം നമുക്ക് എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടമാല തയ്യാറാക്കാം. അതിനായി എഗ് യോക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇനി പഞ്ചസാര പാനി തയ്യാറാക്കാം. നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ പാനി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1-2 ടീസ്പൂൺ എഗ് വൈറ്റ് ചേർക്കാം. ഇത് പഞ്ചസാരയിലെ ഇംപ്യൂരിറ്റീസ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാനിയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി ക്ലീൻ ആയിട്ടുണ്ട്. ഇനി അടുത്തതായി മുട്ടമാല തയ്യാറാക്കാൻ വേണ്ട മോൾഡ് തയ്യാറാക്കാം. അതിനായി ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് എടുക്കുക. അതിൻ്റെ അടിയിലായി ഇതുപോലെ ഹോൾസ് ഉണ്ടാക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള എഗ് യോക്ക് ഒഴിക്കാം. ഇനി നമുക്ക് മുട്ടമാല തയ്യാറാക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചസാര പാനിയുടെ മുകളിലായി ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തെടുക്കണം. ഇനി ഇത് 1/2 മിനിറ്റ് മുതൽ 1 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മുട്ടമാല കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചതിന് ശേഷം കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്യാം. അതിനുശേഷം മുട്ടമാല പഞ്ചസാര പാനിയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റണം. ഇതുപോലെ അടുത്തതും തയ്യാറാക്കാം. അതിനായി ആദ്യം ഫ്ലെയിം കൂട്ടി വയ്ക്കണം. അതിനുശേഷം എഗ് യോക്ക് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തെടുക്കണം. നല്ല മാലയുടെ ഷേപ്പിൽ വരുന്നുണ്ട്. നമ്മുടെ മുട്ടമാല കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പഞ്ചസാര പാനിയിൽ നിന്നും കോരിയെടുക്കാം. ഇതുപോലെ എല്ലാ മുട്ടമാലയും തയ്യാറാക്കണം. നമ്മുടെ മുട്ടമാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി മുട്ടസുർക്ക തയ്യാറാക്കാം. ഇതിനായി നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ളയിലോട്ട് കുറച്ച് ഏലക്ക ചേർക്കാം. അതിനുശേഷം ബാക്കി വന്നിട്ടുള്ള ഷുഗർ സിറപ്പും ചേർക്കണം. ഷുഗർ സിറപ്പ് തണുത്തതിന് ശേഷം വേണം ചേർക്കാൻ. ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതിയാവും. നമ്മുടെ സ്റ്റീമർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീമറിലോട്ട് മുട്ടയുടെ വെള്ളം ഒഴിക്കണം. ഇനി ഇത് 20 മുതൽ 30 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കണം. നമ്മുടെ മുട്ടസുർക്ക റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം.
ആവശ്യമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടമാലയും മുട്ട സുർക്കയും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ്.